നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിന് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വർഷങ്ങളായി സഹകരണ ബാങ്കുകൾ വഴി ലഭിച്ചിരുന്ന ക്ഷേമ പെൻഷൻ വിതരണം ഇനി ഘട്ടം ഘട്ടമായി അവസാനിപ്പിച്ച് ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന കൊമേഴ്ഷ്യൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് തുക എത്തിക്കുന്ന സംവിധാനത്തിലേക്കാണ് സർക്കാർ നീങ്ങുന്നത്. ഈ മാറ്റം എന്തുകൊണ്ടാണ് വരുന്നത്? ഇത് ആരെയാണ് ബാധിക്കുന്നത്? വീട്ടിൽ ക്ഷേമ പെൻഷൻ എത്തിച്ചു നൽകിയിരുന്ന സംവിധാനം ഇനി തുടരുമോ? കിടപ്പ് രോഗികൾ എന്ത് ചെയ്യും എന്നുള്ള കാര്യവും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതെല്ലാം വിശദമായി നോക്കുക. അപ്പോൾ പെൻഷൻ മുടങ്ങുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്ന് പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ നിരവധി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും സഹകരണ ബാങ്കുകൾ വഴിയാണ് പെൻഷൻ ലഭിച്ചിരുന്നത്. പല സ്ഥലങ്ങളിലും ബാങ്ക് ജീവനക്കാർ നേരിട്ട് വീടുകളിലെത്തി തുക കൈമാറുന്ന രീതിയായിരുന്നു. എന്നാൽ പുതിയ തീരുമാനപ്രകാരം ഭാവിയിൽ പെൻഷൻ വിതരണം പ്രധാനമായും ആധാർ ലിങ്ക് ചെയ്ത കൊമേഴ്ഷ്യൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും എത്തുക. സർക്കാർ നേരിട്ട് അക്കൗണ്ടിലേക്ക് തുക നിക്ഷേപിക്കുന്ന രീതിയിലേക്കാണ് മാറാനാണ് ലക്ഷ്യമിടുന്നത്. സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ചിലവ് കുറയ്ക്കൽ. സഹകരണ ബാങ്കുകൾ വഴി പെൻഷൻ വിതരണം നടത്തുമ്പോൾ അധിക ഭരണ ചെലവും സേവന ചെലവും സർക്കാർ വഹിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് വിശദീകരണം. കൂടാതെ കേന്ദ്ര സർക്കാരിന്റെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനവുമായി കൂടുതൽ പൊരുത്തപ്പെടുന്ന രീതിയിലായിരിക്കും എല്ലാ ആനുകൂല്യങ്ങളും ആധാർ ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ആയിരിക്കും ഇനി നേരിട്ട് നൽകണമെന്ന നയം നടപ്പിലാക്കാനാണ് ശ്രമമെന്നും സർക്കാർ വ്യക്തമാക്കി. പെൻഷൻ വിതരണം കഴിഞ്ഞ് ചില തുകകൾ വിതരണം ചെയ്യാതെ ശേഷിക്കുമ്പോൾ അവ തിരികെ ലഭിക്കുന്ന നടപടികൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെന്നും സർക്കാർ ചൂണ്ടിക്കാണിച്ചു. അതുപോലെ തന്നെ അർഹതയില്ലാത്ത ചിലരുടെ പേരിൽ പെൻഷൻ ലഭിച്ചെന്ന പരാതികളും വിവിധ ഘട്ടങ്ങളിൽ പരിശോധിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സുതാര്യവും കൃത്യവുമായ സംവിധാനം ഒരുക്കുകയാണ് ലക്ഷ്യമെന്നാണ് സർക്കാരിന്റെ നിലപാട്. ഇനി ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് ആരെ എന്നുള്ള ചോദ്യമുണ്ട്. ഈ തീരുമാനത്തിന്റെ ഏറ്റവും വലിയ സ്വാധീനം പ്രായമായ പെൻഷൻ ഗുണഭോക്താക്കൾക്കായിരിക്കും. മുൻപ് പല ഗ്രാമപ്രദേശങ്ങളിലും ബാങ്ക് ജീവനക്കാർ നേരിട്ട് വീട്ടിലെത്തി പെൻഷൻ കൈമാറിയിരുന്നു. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, കാഴ്ച പരിമിതിയുള്ളവർ, വൃദ്ധരായ, ഒറ്റയ്ക്ക് താമസിക്കുന്നവർ, കിടപ്പ് രോഗികൾ, ഇവർക്ക് ഈ സംവിധാനം വലിയ ആശ്വാസമായിരുന്നു. ഇനി ഈ സേവനം സാധാരണ ഗുണഭോക്താക്കളിലേക്ക് ലഭിക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പൂർണ്ണമായും കിടപ്പിലായിരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് പ്രത്യേക പരിഗണന തുടരുമെന്ന് ലഭ്യമായ വിവരമുണ്ട്. എന്നാൽ അതിനുള്ള നടപടിക്രമങ്ങൾ, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യമാണോ, പ്രാദേശിക തലത്തിൽ എന്തെല്ലാം രേഖകൾ വേണം തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാർ പിന്നീട് വിശദമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ സാധ്യതയുണ്ട്. ആദ്യം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക. മൊബൈൽ നമ്പർ ബാങ്കിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നും പരിശോധിക്കുക. പെൻഷൻ ലഭിക്കുന്ന അക്കൗണ്ട് സജീവമാണോ എന്നും ഉറപ്പാക്കുക. ബാങ്ക് അക്കൗണ്ട് പ്രവർത്തനരഹിതമാണെങ്കിൽ ഉടൻ സജീവമാക്കുന്നത് നല്ലതാണ്. ഇപ്പോഴും കൊമേഴ്ഷ്യൽ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് പുതിയ അക്കൗണ്ട് തുറക്കേണ്ട സാഹചര്യം ഇനി ഉണ്ട്. അക്കൗണ്ട് തുറന്ന ശേഷം ആധാർ ലിങ്ക് ചെയ്യുകയും പാൻ കാർഡ് ലിങ്ക് ചെയ്യുകയും ആധാർ ലിങ്ക് ചെയ്യുകയും ആവശ്യമായ വിവരങ്ങൾ ബന്ധപ്പെട്ട വകുപ്പിൽ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യേണ്ടി വരും. ഇനി ഇതിന്റെ ഗുണങ്ങൾ, സർക്കാർ പറയുന്ന പ്രധാന ഗുണങ്ങൾ: നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് പണമെത്തും, ഇടനില നടപടികൾ കുറയും, അതുപോലെ വിതരണം കൂടുതൽ സുതാര്യമാകുമെന്നും രേഖകൾ പരിശോധിക്കാൻ എളുപ്പമാകുമെന്നും പണമിടപാടുകൾ ഡിജിറ്റലായി നിരീക്ഷിക്കാൻ സാധിക്കുമെന്നും പറയുന്നുണ്ട്. എന്നാൽ പല ഗുണഭോക്താക്കൾക്കും ചില ആശങ്കകളുണ്ട്. വയോധികർ ബാങ്കിൽ പോകാൻ പറ്റുമോ, അതെങ്ങനെ സാധിക്കും എന്നുള്ള ചോദ്യമുണ്ട്. ദൂരെ ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർക്ക് യാത്ര എളുപ്പമാണോ എന്നുള്ളതും, കാഴ്ച പരിമിതിയുള്ളവർക്ക് ആരുടെ സഹായം അവർക്ക് ലഭിക്കുമെന്നുള്ളതും, ബാങ്കുകളിൽ തിരക്ക് വർദ്ധിക്കുമോ എന്നുള്ള ചോദ്യവും, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സാമൂഹ്യ രംഗത്തും ഉയരുന്നുണ്ട്. ഈ മാറ്റം നടപ്പാവുമ്പോൾ പ്രത്യേക സഹായ സംവിധാനം ഒരുക്കണമെന്ന് പലരുടെയും ആവശ്യമുണ്ട്. ബാങ്ക് മിത്ര സേവനം, മൊബൈൽ ബാങ്കിംഗ് ക്യാമ്പുകൾ, പഞ്ചായത്ത് തല സഹായ കേന്ദ്രങ്ങൾ, അതുപോലെ കിടപ്പ് രോഗികൾക്കുള്ള പ്രത്യേക സംവിധാനം, ഇവയെല്ലാം ഫലപ്രദമായി നടപ്പാക്കിയാൽ ഗുണഭോക്താക്കൾക്ക് ബുദ്ധിമുട്ട് കുറയ്ക്കാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഇപ്പോൾ ആരും പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ല. സർക്കാർ ഔദ്യോഗികമായി പുറത്തിറക്കുന്ന ഉത്തരവുകളും നിർദ്ദേശങ്ങളും ശ്രദ്ധിക്കുക. അഭ്യൂഹങ്ങൾ വിശ്വസിക്കരുത്. ആധാർ, ബാങ്ക് അക്കൗണ്ട്, മൊബൈൽ നമ്പർ എന്നിവയുടെ വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പാക്കുക. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണ രീതിയിൽ വലിയ മാറ്റത്തിന് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് സർക്കാർ ചെലവ് കുറയ്ക്കാനും കൂടുതൽ സുതാര്യത ഉറപ്പാക്കാനും ശ്രമിക്കുമ്പോൾ, മറുവശത്ത് പ്രായമായ ഗുണഭോക്താക്കൾക്ക് പുതിയ സംവിധാനം എത്രത്തോളം സൗകര്യപ്രദമാകും എന്നത് പ്രധാന ചർച്ചാ വിഷയമാണ്. അന്തിമ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറങ്ങുമ്പോൾ കൂടുതൽ വ്യക്തത ലഭിക്കും. ഈ വിഷയങ്ങളിൽ പുതിയ സർക്കാർ ഉത്തരവുകൾ വന്നാൽ അതും വിശദമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്.
പുതിയ ബാങ്ക് അക്കൗണ്ടുകൾ എല്ലാവരും പ്രത്യേകം എടുക്കാൻ നോക്കണം. അതുപോലെ തന്നെ ഡീആക്ടിവേറ്റ് ആയിട്ടുള്ള അക്കൗണ്ടുകൾ ഒന്ന് പുതുക്കാനും ശ്രമിക്കണം. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.